ഹലോ എവ്രി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഒരു വീഡിയോയിൽ ഞാൻ ആമസോണിൽ നിന്ന് കിച്ചണിക്ക് മേടിച്ച കുറച്ച് പ്രോഡക്റ്റ്സാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഫസ്റ്റ് തന്നെ ഈ ഒരു ഷെൽഫാണ്, ഒരു 3 കള്ളിയുള്ള ഷെൽഫ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതായിരുന്നു. ഇതിന് നിങ്ങൾക്ക് ഡ്രില്ലിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആണി അതിലുണ്ടാവും, പക്ഷെ നിങ്ങൾ ഡ്രില്ല് ചെയ്ത് ഫിറ്റ് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ കുറേ വർഷമായി ഞാൻ യൂസ് ചെയ്യുന്നു. വളരെ ഹെൽപ്ഫുള്ളാണ്. എല്ലാ പ്രോഡക്ട്സും നമുക്കിതിൽ വെക്കാം. അത്യാവശ്യം സ്ട്രോങ്ങുമാണ്. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഞാൻ വാങ്ങിച്ചതാണ് ഇതേപോലൊരു സ്റ്റീൽ റാക്ക്. നമുക്ക് എവിടെ വേണമെങ്കിലും കിച്ചണിൽ വെക്കാം. അത്യാവശ്യം നല്ല ഉറപ്പുണ്ട്, തുരുമ്പ് പിടിക്കണമൊന്നുമില്ല, നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം. പിന്നെ വാങ്ങിയതാണ് ഈ 2 ഓയിൽ ക്യാൻ. അപ്പോൾ എനിക്ക് ചെറിയ ചെറിയ ഓയിൽ ബോട്ടിൽസ് ഇഷ്ടമല്ല, കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യണം. അപ്പോൾ ഒന്നിൽ ഞാൻ വെളിച്ചെണ്ണ, ഒന്നിൽ ഓയിൽ. ഇത് ഓൾമോസ്റ്റ് 1 ലിറ്റർ എണ്ണ നമുക്കിതിൽ സ്റ്റോർ ചെയ്യാം. ലീക്കേജും കാര്യങ്ങളൊന്നുമില്ല, നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെയും പ്രൈസ് ഞാൻ മുകളിൽ കൊടുക്കാം. അപ്പോൾ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ടായിരിക്കും, ആമസോൺ ലിങ്ക്സ്. അടുത്ത പ്രൊഡക്റ്റ് ഇതേപോലെ ഒരു വാൾ ഹാങ്ങറാണ്. ഇത് നമുക്ക് ആണിയൊന്നും വേണ്ട, സ്റ്റിക്കറാണ്. നല്ല ഉറപ്പുള്ള അഡ്ഹസീവാണ്. ഈ സ്റ്റിക്കറും അവർ പ്രൊവൈഡ് ചെയ്യും. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും ഈ 2 എണ്ണം ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് തെറ്റിക്കഴിഞ്ഞാൽ എക്സ്ട്രാ 2 എണ്ണം കൂടെ ഉണ്ടാവും. അപ്പോൾ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തൂക്കിയിടാം. എന്ത് സാധനം നമുക്കതിൻ്റെ മുകളിൽ വെക്കാം. മിക്സിൻ്റെ ജാറ്. അപ്പോൾ ഇതേ സിസ്റ്റം ഞാൻ ബെഡ്റൂമിലും വെച്ചിട്ടുണ്ട്. കുറേ മേക്കപ്പ് സാധനങ്ങൾ, പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടെ വേണമെങ്കിലും, ഏത് ചുമരുമേ, ബാത്റൂമിലും വെക്കാം, കിച്ചണിലും വെക്കാം, നോർമൽ ചുമരുമേ വെക്കാം, ടൈൽസ് ഇട്ട് കൊടുത്തൊക്കെ വെക്കാം. നല്ല സ്ട്രോങ് ഉള്ള സാധനമാണ്. അടുത്ത വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഹാൻഡ് ബ്ലെൻഡർ. ഇത് ഇനൽസ ബ്രാൻഡിൻ്റെ ആണ്. നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു ബ്ലെൻഡറാണ്. ഇതിൻ്റെ റേറ്റും ഡീറ്റെയിൽസും ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം. ഇത് പെട്ടെന്ന് ജ്യൂസ് അടിക്കാൻ, ചമ്മന്തി ഉണ്ടാക്കാൻ, അതിൻ്റെ കൂടെ വേറെയും 2-3 ആക്സസറീസ് ഉണ്ട്. ഇങ്ങനെ ഒരു ജാറ് വരും, അതുപോലെ നമ്മളെ കേക്ക് ഉണ്ടാക്കുന്ന ബ്ലെൻഡർ വരും, പിന്നെ ചെറിയൊരു ചോപ്പർ പോലത്തെ ഒരു സാധനം, അതും. നമുക്ക് ഉള്ളി, തക്കാളി, ഞാൻ ഉള്ളിയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം അതിലിട്ടിട്ട് ഒറ്റ ചോപ്പ് ചെയ്യലായിരിക്കും. ക്വിക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് അതൊക്കെ. അതുപോലെ ചമ്മന്തിക്ക് ഇത് ഞാൻ ജ്യൂസറൊക്കെ നമുക്ക് ഏത് പാത്രത്തിലും ഇടാം. ഇപ്പോൾ വലിയ പാത്രത്തിൽ ജ്യൂസ് അടിക്കണമെങ്കിലും ഒക്കെ നമുക്ക് ആ ഒരു ബ്ലെൻഡർ വെച്ച് ഇറക്കിയിട്ട് ജ്യൂസ് അടിക്കാം. ഇപ്പോൾ നോമ്പ് കാലത്തൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ചോപ്പർ. നല്ല അടിപൊളിയായിട്ട് നൈസായിട്ട് നമുക്ക് വലിയ ഉള്ളി, തക്കാളി എല്ലാം ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതും ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 3 വർഷത്തോളമായി. ഇതുവരെ ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാണ്. പിന്നെ ഇനൽസ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു കമ്പനിയാണ്. നല്ല ഉറപ്പുള്ള പ്രോഡക്റ്റ്സാണ് ഒക്കെ, നല്ല സ്ട്രോങ് പ്രോഡക്ട്സ്. പിന്നെ മേടിച്ച പ്രൊഡക്റ്റാണ് ഇതുപോലെ ഹുക്കുകൾ. കിച്ചണിലോ ബെഡ്റൂമിലോ എവിടെ വേണമെങ്കിലും ഇത് ഒട്ടിക്കാം. ഇതും സെൽഫ് അഡ്ഹസീവാണ്. നമുക്ക് അപ്പോൾ കണ്ടോ, അത്യാവശ്യം ഈ ഒരു ബ്ലെൻഡറും ഹാങ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉള്ളതും നമുക്ക് ഇതിൽ ഹാങ് ചെയ്യാം. അത്രയും സ്ട്രോങ് ആണ് ഇതിൻ്റെ ആ ഒരു സ്റ്റിക്കർ, അതിൻ്റെ ആ ഒരു സ്റ്റിക്കിംഗ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഞാൻ കിച്ചണിൽ പലയിടത്തായിട്ട് തൂക്കി വെച്ചിട്ടുണ്ട്. ഓരോന്ന് ചെറിയ ചെറിയ സാധനങ്ങൾ ഹാങ് ചെയ്ത് വെക്കാനൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. ഇത് ഒരുപാട് ഡസൻ കണക്കിന് വരും. നിങ്ങൾ ഒറ്റ ഓർഡറിൽ തന്നെ എനിക്ക് തോന്നുന്നു 30 എത്ര എണ്ണം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ഫ്രൈങ് പാൻ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പ്രൊഡക്റ്റാണ് ഇതേപോലെ ഒരു ഉള്ളി, ഉരുളങ്കിഴങ്ങ്, ചെറിയ ഉള്ളി, വെളുത്തുള്ളിയൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയൊരു റോൾ ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റാൻഡാണ്. ഇത് നമുക്ക് ഉരുട്ടി കൊണ്ടുപോക്കാം. അതിന് ചക്രമൊക്കെ ഉണ്ട്. ഇതും വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി. ഇപ്പോൾ കിച്ചണിൽ നമുക്ക് ഇങ്ങനത്തെ സൗകര്യമൊന്നും ഇല്ലെങ്കിൽ ഇത് എവിടെ വേണമെങ്കിലും ഒരു മൂലയ്ക്ക് നമുക്ക് വെക്കാം. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് വലിയുള്ളി,
ഉരുളങ്കിഴങ്ങ് ചെറിയ ഉള്ളിയൊക്കെ വെക്കാനാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഏതെങ്കിലും പാത്രങ്ങളും കാര്യങ്ങളും വെക്കും.